ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ സഞ്ജയ്. ഞാൻ വന്നിരിക്കുന്നത് കാഞ്ചന 3 എന്ന മൂവിയുടെ റിവ്യൂമായിട്ടാണ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള തന്നെ മറക്കാതെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് കാഞ്ചന 3യുടെ റിവ്യൂയിലേക്ക് വരാം. രാഘവ ലോറൻസ് നായകനാവുന്ന പുതിയ ചിത്രമാണ് കാഞ്ചന 3. ഇതൊരു മുനി 4 എന്നുകൂടി വേണമെങ്കിൽ ഇതിനെ പറയാം. ഇതൊരു കാഞ്ചന സീരീസിലെ മൂന്നാമത്തെ പടവും മുനി സീരീസിലെ നാലാമത്തെ ചിത്രം കൂടിയാണ് കാഞ്ചന 3. അപ്പോൾ നേരിട്ട് സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഇതിൽ മുഖ്യ കഥാപാത്രമായി എത്തിയിരിക്കുന്ന രാഘവ ലോറൻസ്, പിന്നെ നമ്മുടെ വേദിക, ഓവിയ തുടങ്ങിയവരൊക്കെയാണ് മുഖ്യ കഥാപാത്രങ്ങളായി എത്തിയിരിക്കുന്നത്. ഈ സിനിമയിലേക്ക് പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ ഇതിന്റെ ഫസ്റ്റ് ഹാഫിലേക്ക് നമുക്ക് വരാം. ഫസ്റ്റ് ഹാഫിലേക്ക് വരികയാണെങ്കിൽ തുടക്കം കുറച്ച് ഹൊറർ രംഗങ്ങളിൽ തുടങ്ങി, അതിനുശേഷം കുറെ കോമഡികൾ നിറച്ചു വെക്കുന്ന കുറെ ഗ്ലാമർ രംഗങ്ങൾ, നായികമാരുടെ കുറച്ച് ഗ്ലാമർ രംഗങ്ങൾ, അതൊക്കെയാണ് ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫിലുള്ളത്. ഒരു എൻഗേജിങ് ആയിട്ട് പോകുന്ന ഒരു ഫസ്റ്റ് ഹാഫാണ്. വളരെ മികച്ച രീതിയിൽ ചെയ്തിട്ടുണ്ട്. വിഎഫ്എക്സും ഛായാഗ്രഹണവും ഒക്കെ ക്യാമറ വർക്കും ഒക്കെ വളരെ മികച്ചായിരുന്നു ഫസ്റ്റ് ഹാഫിൽ. ഫസ്റ്റ് ഹാഫിന് ഇന്റർവലോടുകൂടി നല്ലൊരു പഞ്ചിൽ കൊണ്ട് അവസാനിപ്പിക്കുകയും ഇതിനുശേഷം സെക്കൻഡ് ഹാഫ് കുറച്ച് ഇമോഷണൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് സെക്കൻഡ് ഹാഫ് ചെയ്തിരിക്കുന്നത്. കുറച്ച് കോമഡികളും കുറച്ച് ഹൊറർ രംഗങ്ങളും കൂടുതൽ ഇമോഷണൽ പ്രാധാന്യം കൊടുത്ത് ഒരു സെക്കൻഡ് ഹാഫിൽ ഒരു ഫ്ലാഷ് ബാക്ക് രംഗത്തിലൂടെ ഒക്കെ പോകുന്നു. അതൊക്കെയാണ് ഇതിന്റെ സ്റ്റോറിയിലൊക്കെ പോകുന്നു. കാഞ്ചന ഫസ്റ്റ് എങ്ങനെ ഒരുങ്ങി അതേ സെയിം രീതിയിൽ തന്നെയാണ് കാഞ്ചന 3യും ചെയ്തിരിക്കുന്നത്. അതേ സ്റ്റോറി സീക്വൻസിൽ തന്നെയാണ് ഇതും പോയിരിക്കുന്നത്. ഇതിന്റെ ഡയറക്ഷനും വളരെ നല്ല രീതിയായിരുന്നു. കാഞ്ചന 1, 2, 3 അതേ സെയിം രീതിയിൽ തന്നെ പോകുന്നു ഡയറക്ഷൻ. കൂടാതെ ഇതിന്റെ സോങ്ങും ബിജിഎം എടുത്ത് പറയണം. സോങ് ഒന്നും കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ബിജിഎം വളരെ നല്ല രീതിയിൽ ഹൊറർ രംഗങ്ങൾ പിടിച്ചിരുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് കാഞ്ചന ഫസ്റ്റും സെക്കൻഡും തേർഡും കാഞ്ചന ഫസ്റ്റും സെക്കൻഡും എങ്ങനെ ഉണ്ടായിരുന്നു അതേ രീതിയിൽ തന്നെ ആണ് ഇതും ചെയ്തിരിക്കുന്നത്. എനിക്ക് 1നേക്കാട്ടിലും 2നേക്കാളും കുറച്ചുകൂടി 3 മികച്ചതായിട്ട് തോന്നി. അതുകൊണ്ട് ഈ സിനിമയൊക്കെ പറയുകയാണെങ്കിൽ ഇതൊരു ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ നല്ല റിവ്യൂസ് ആണ് ഇതിന് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു നല്ല വിജയമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കൂടാതെ തന്നെ പറ്റുന്നവരൊക്കെ ഈ സിനിമ ഒന്ന് പോയി കാണുക. നല്ലൊരു സിനിമയാണ് ഈ സിനിമയുടെ ഒക്കെ ഞാൻ കൊടുക്കുന്ന ഒരു റേറ്റിംഗ് 3.5 ഔട്ട് ഓഫ് 5 ആണ്. കാണാൻ പറ്റുന്നവരൊക്കെ തീർച്ചയായും ഈ സിനിമ ഒന്ന് പോയി കാണുക. നല്ല രംഗങ്ങൾ, നല്ല ഹൊറർ പശ്ചാത്തലം എല്ലാം മികച്ചായിട്ട് ഈ സിനിമയ്ക്ക് തൊട്ട് ക്യാമറയും പിന്നെ ഹൊറർ രംഗങ്ങളും പിന്നെ രാഘവ ലോറൻസിന്റെ അഭിനയമൊക്കെ വളരെ മികച്ചായിരുന്നു. എല്ലാത്തരം പ്രേക്ഷകർക്കും ഈ സിനിമ ഇഷ്ടപ്പെടും. കൂടാതെ 1ഉം 2ഉം 3യും ഒരേ സീക്വൻസിൽ തന്നെ പോകുന്ന, ഒരേ രീതിയിൽ കഥ പറഞ്ഞു പോകുന്നതാണ്. ചിലപ്പോൾ അത് നിങ്ങളെ മുഷിപ്പിക്കാം, പക്ഷെ അതങ്ങനെ ബാധിക്കാൻ സാധ്യതയില്ല. നല്ല രീതിയിലുള്ള കോമഡി രംഗങ്ങളും ഹൊറർ രംഗങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ബാധിക്കില്ല. അപ്പോൾ റിവ്യൂ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള തന്നെ മറക്കാതെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു മൂവിയുടെ റിവ്യൂ അല്ലെങ്കിൽ ഒരു DVD അപ്ഡേറ്റുമായിട്ട് ഉടനടി കാണാം. ഓക്കെ, ബൈ.